എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. അതായത് ഫിഷ് റോസ്റ്റ്. ഞാൻ സാധാരണ മീനിന്റെ അധികം ഐറ്റംസ് ഇട്ടിട്ടില്ലേ, അപ്പോൾ ഒരുപാട് പേരെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ക്രിസ്മസ് ആണ് വരുന്നത്, ചേച്ചിയുടെ ചാനലിൽ ഈ സംഭവം ഇല്ലാന്ന്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്ത് ശരിയാണല്ലോ, അപ്പൊ ഞാൻ ഫിഷിന്റെ കുറച്ച് ഐറ്റംസും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേര് ഡക്കിന്റെ റെസിപ്പീസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു റെസിപ്പി മാത്രമേ ഞാൻ ഡക്ക് വെച്ച് ചെയ്തിട്ടുള്ളൂ, അതും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ ഒട്ടും താമസിക്കണം, നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള തനി നാടൻ സ്റ്റൈലില് നമ്മുടെ മീൻ റോസ്റ്റ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫിഷ് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കിങ് ഫിഷ് ആണ് കേട്ടോ. അപ്പോൾ കിങ് ഫിഷോ അല്ലെങ്കിൽ ദശ കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം, മുള്ള അധികം ഇല്ലാത്ത മീൻ. അപ്പൊ ഇതിൽ നിന്ന് മുള്ള് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ വലിച്ചു കഴിഞ്ഞാൽ മുള്ള് വരും. ആ മിഡിൽ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പൊ ഇതുപോലെ മീഡിയം സൈസ് പീസസ് ആയിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വലിയ പീസായിട്ട് മുറിക്കാം അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് മുറിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കണം. ഒരു മിനിമം 20 മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗൾ എടുക്കുക. അതിലോട്ട് നമുക്ക് ഞാൻ പറയാൻ പോകുന്ന പൗഡറുകളൊക്കെ ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടി കൂടുതലുണ്ട്, 3/4 ടീസ്പൂണിന് അടുത്ത് വരും. വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് 2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ, കറിവേപ്പില. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യാം. അതിലോട്ട് നമുക്കൊരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം, നോർമൽ വാട്ടർ ആണ്. എന്നിട്ട് ഒന്ന് രുചിച്ച് നോക്കുക, ഉപ്പും എരിവും പുളിയും ഒക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് മീനിട്ട് കൊടുത്താൽ മതി. ഒന്ന് രുചിച്ച് നോക്കട്ടെ, എല്ലാം പെർഫെക്റ്റ് ആണ്. ഞാൻ ഗ്ലൗസ് ഇടുന്നത് എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഞാനിപ്പോൾ മീൻ കഴിക്കാത്ത കാരണം എനിക്ക് ചോറുണ്ണണം. അപ്പോൾ പിന്നെ കൈ കഴുകി കുറേ നേരം പിടിക്കാം അതിൻ്റെ മണം പോവാൻ. അപ്പം അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, എല്ലാ ഭാഗത്തേക്കും മുളകും പിടിച്ചിട്ടുണ്ട്. നമുക്കിത് 20 മിനിറ്റ് അങ്ങ് അടച്ചു വെക്കാം. അതിനുശേഷം നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് മീൻ വറക്കാമേ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നാടൻ റെസിപ്പി ആയതുകൊണ്ട്, പക്ഷെ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതൊന്ന് ചൂടാവട്ടെ, മീഡിയം ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് മീനിന്റെ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാ പീസസും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മീഡിയം തീയിൽ ഇട്ട് തിരിച്ചു മറിച്ചിട്ട് അങ്ങ് നന്നായിട്ട്, ഒരുപാടങ്ങ് ക്രിസ്പി ആക്കാൻ പാടില്ല, നന്നായിട്ട് കുക്ക് ആവണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. 2 സൈഡിലും തിരിച്ചു മറിച്ചിടാൻ മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സുഖം ഉണ്ടാവില്ല ഇത്. അപ്പോൾ ഉള്ളിൽ നന്നായി വേവണം എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് ഈ ഫിഷ് ഫ്രൈ മാറ്റാം. അപ്പൊ ഫിഷിന്റെ പീസസ് ഒക്കെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി അടി കട്ടിയുള്ള കുഴിയുള്ളൊരു പാത്രം എടുക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിരുന്ന എണ്ണ ഉണ്ടെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കട്ടെ. അപ്പൊ അതിൽ നല്ല ആ ഫിഷിന്റെ ഒക്കെ നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ടാവും, ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ആ എണ്ണ തന്നെയാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, അതായത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞോ അല്ലെങ്കിൽ ചതച്ചോ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വളരെ ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അരിഞ്ഞാലും അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഞാനിത് 1 മിനിറ്റോളം വഴറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ചെറിയുള്ളിയും അതുപോലെ തന്നെ സവാളയും. ഇപ്പം നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ലെങ്കിൽ ഇടണ്ട, കുഴപ്പമൊന്നുമില്ല. ചെറിയുള്ളി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ ചെറിയുള്ളി ഒരു 10 ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു 2 വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 2 നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മേലെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡ് കളർ ആവുന്നവരെ വഴറ്റാം. സവാള ഞാൻ പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പം അതേസമയം നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിലും അരിയാം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിന്റെ പച്ചമുളകിന്റെ എരിവ് അനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. അപ്പോൾ ഒന്ന് ഗോൾഡ് കളർ ആവട്ടെ. അപ്പൊ നമ്മുടെ സവാളയൊക്കെ നല്ല ഗോൾഡ് കളർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലോട്ട് ഒരു നുള്ള് പെരുംജീരകം ചതച്ചതും അല്ലെങ്കിൽ പൊടിച്ചതായാലും മതി, അത് നിർബന്ധമില്ല. പക്ഷെ അത് ചേർക്കുമ്പോൾ ആ മീനിന്റെ ഒക്കെ ഒരു ഉളുമ്പുമണൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒരു നുള്ളെന്ന് പറഞ്ഞാൽ ഒരു നുള്ള് തന്നെ മതി കേട്ടോ. ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. പൊടിയാണെങ്കിലും ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പെരുംജീരകമാണ്, അല്ലാതെ ക്യൂമിനല്ല. ഇനി ഞാൻ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. തീ കുറയ്ക്കണം. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് തീ മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്, അതിന്റെ വീഡിയോ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആണ്, 3/4 ടീസ്പൂൺ. കാശ്മീരി ചില്ലി പൗഡർ ചേർത്തതിന് ശേഷം 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം, വളരെ കുറച്ച് മാത്രം. അതുകൊണ്ട് ചേർത്തൊന്ന് വഴറ്റുക.
പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും കുറച്ച് മതി, 1 ടീസ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇത്രയും ചേർക്കുന്നുള്ളൂ. ഞാനിതിൽ ഗരം മസാല ചേർക്കുന്നില്ല കേട്ടോ, മീനായതുകൊണ്ട്. അതേസമയം നിങ്ങൾക്ക് ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിന്റെ ഈ പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്ന വരെ നമുക്ക് അങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലോട്ട് ഒരു തക്കാളി നന്നായി അരച്ചെടുത്തതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചിട്ടാലും മതിയാവും. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കണേ. മസാല നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരച്ച് ചേർത്തത്. നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് തുറന്നിട്ട്. അപ്പൊ നമ്മുടെ തക്കാളിയിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട്. എന്നാലും തുറന്ന് വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ എണ്ണ തെളിക്കുന്ന വരെ അത് കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ പച്ചമണം ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. എപ്പോഴും ശ്രദ്ധിക്കണേ. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുപോലെ തോന്നുകയാണെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യാം. എന്നിട്ട് എണ്ണ തെളിയട്ടെ കേട്ടോ. ഈ തക്കാളി പേസ്റ്റ് ആക്കിയാലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും കേട്ടോ, ഈ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറാനും അതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞു വരാനും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ തക്കാളി മുറിച്ചതിന് ഇട്ടോളൂ കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാരണം ഞാൻ കുറേ നേരമായി ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ട് ഇതിന് പച്ചമണം മാറാൻ വേണ്ടിയിട്ട്. ഇനിയും മാറിയിട്ടില്ല, ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ എന്തിനാന്ന് വെച്ചാൽ നന്നായി യോജിക്കാൻ വേണ്ടിയിട്ടായിരുന്നു തക്കാളി അരച്ച് ചേർത്തത്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് രുചിച്ച് നോക്കണേ. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ മീൻ ചേർക്കുന്നേക്കാൾ മുൻപായിട്ട് മീൻ കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാം പാകത്തിനാക്കിയതിന് ശേഷം മീൻ ചേർത്താൽ മതി. ഇതിന് 3-4 കഷ്ണം ഒരു കള്ളം കട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചെറിയ മോൻ അവന് ചോറ് കൊടുക്കാൻ നേരത്ത് മീൻ വേണമെന്ന് പറഞ്ഞിട്ട് ആ മീനിൻ്റെ കഷ്ണങ്ങൾ കൊടുത്തായിരുന്നു. അപ്പോൾ ഒരു 3-4 കഷ്ണം കുറവുണ്ട് 1/2 കിലോയിൽ നിന്ന്. നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാനിതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കട്ടി തേങ്ങാപ്പാലാണ്. കട്ടി തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മസാല എത്തണം കേട്ടോ. ഒന്ന് അടച്ചു വയ്ക്കാം നമുക്ക്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. താഴെ പിടിക്കാൻ പാടില്ല. ഈ നിങ്ങൾ വിചാരിക്കും ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിരിഞ്ഞു പോകുന്നു. അങ്ങനെ പിരിയൊന്നുമില്ല. ആ തേങ്ങാപ്പാലിൽ നിന്നുള്ള എണ്ണയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നോളും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടച്ചു വെക്കുക. അപ്പോൾ നന്നായിട്ട് അതിൽ ഇരുന്നിട്ട് ആ തക്കാളിയും ആ സവാളയും ഇതും മീനും എല്ലാം കൂടി ഒന്ന് യോജിക്കണം. തുറന്നിട്ടുണ്ട് കേട്ടോ. കണ്ട എണ്ണ തെളിഞ്ഞിരിക്കുന്നുണ്ടോ? സൈഡിലൊക്കെ നല്ലോണം എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. എല്ലാം നല്ലോണം യോജിച്ചിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാൻ മറക്കരുത്. ഞാൻ അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകണം എന്താണെന്നറിയാമോ? കുരുമുളക് ചതച്ചതാണ്. കുരുമുളക് പൊടിയായാലും കുഴപ്പമില്ല. ഒന്നും തൂക്കി കൊടുക്കുക. എരിവനുസരിച്ച് കേട്ടോ, അളവ് തീരുമാനിച്ചോളൂ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഓഫ് ചെയ്യാണ്. കറിവേപ്പില, ഫ്രഷായ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരല്പം പച്ച വെളിച്ചെണ്ണ, നിർബന്ധമില്ല പച്ച വെളിച്ചെണ്ണ, പക്ഷെ ഞാൻ ഒഴിക്കാറുണ്ട് എല്ലാത്തിലും. ഓക്കെ, ഇനി 2 മിനിറ്റ് നമുക്കിത് അടച്ച് വെക്കാം. ഞാൻ ഓഫ് ചെയ്തിട്ടും ഇപ്പോൾ ഇതിൻ്റെ ചൂട് കാരണമാണ് കേട്ടോ ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് ഞാൻ എനിക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? തക്കാളി ഉള്ളിലത്തെ കുരുവെല്ലാം മാറ്റിയിട്ട് ചെറിയ കഷ്ണം തക്കാളിയും ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്. ഇത് നിർബന്ധമൊന്നുമില്ല, ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നതാണ്. അപ്പോൾ അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു മധുരവും അത്യാവശ്യം പുളിയും എരിവും ഉപ്പും ഒക്കെ ഉള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് ഇത്. നമുക്ക് പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ തന്നെ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ മീൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പം എനിക്കിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ മീൻ കഴിക്കാത്ത കാരണം. പക്ഷേ ഞാൻ ചേട്ടൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ചേട്ടൻ നല്ല ഇഷ്ടമാണ്. ഫോട്ടോ എടുത്തതിന് ശേഷം കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഫിഷ് റോസ്റ്റ് ഇത് ഫോട്ടോയിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതായത് മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.